വചനസാരം വചനസാരം. വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആണ്ടുവട്ടത്തിലെ 21-ാം വാരം, ആഗസ്റ്റ് 27 ചൊവ്വാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വചന ഭാഗങ്ങളാണ് നാം സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുക. നിയമങ്ങളുടെ സങ്കീർണതയിൽ ജീവിച്ച് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥം നഷ്ടപ്പെട്ടുപോയ ഫരിസേയരെയും നിയമജ്ഞരെയും കാപട്യത്തെ വിമർശിക്കുന്ന വചനഭാഗമാണ് ഇന്ന് നാം വായിച്ച് ധ്യാനിക്കുക. മതപരമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ആന്തരിക അർത്ഥം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കാപട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ വ്യക്തികളായി അതനുഷ്ഠിക്കുന്നവർ മാറുന്നുവെന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ വ്യക്തമാക്കി നൽകുന്നു. സ്നേഹവും കരുണയും വറ്റിപ്പോയ എല്ലാ മത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ് പങ്കുവയ്ക്കുക. ഹൃദയ വിശുദ്ധിയോടുകൂടെ കാപട്യത്തിന്റെ മുഖമില്ലാതെ, മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ലാതെ ഹൃദയവിശുദ്ധിയോടുകൂടെ ദൈവസ്നേഹത്തോടും സഹോദര സ്നേഹത്തോടും കരുണയുടെ മുഖമായി മാറുമ്പോൾ നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അത് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മെ അടുപ്പിക്കുന്നതായി മാറുന്നു. ക്രിസ്തു ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു തിന്മ കാപട്യത്തിന്റെ മുഖം മൂടി അണിയലാണെന്ന് സുവിശേഷം നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട്. കണ്ണുകളിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ, ഹൃദയത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ, സ്നേഹത്തിന്റെയും കരുണയുടെയും അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തിരുസഭ ഇന്ന് വിശുദ്ധ മോനിക്കയുടെ തിരുനാളാണ് സാഘോഷം കൊണ്ടാടുക. തൻ്റെ കണ്ണീരിന്റെ പുത്രൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുമില്ല എന്ന അംബ്രോസിന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് നീണ്ട വർഷങ്ങള് തൻ്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ ഫലമാണ് തിരുസഭയിലെ മഹാപണ്ഡിതനായ വിശുദ്ധനായ അഗസ്റ്റിനോസ് എന്ന മകൻ. ഈ മകനെ നേടിയെടുക്കാൻ തക്കവിധം നീണ്ട വർഷങ്ങളില് കണ്ണീരോടെ പ്രാർത്ഥിച്ച ഈ വലിയ വിശുദ്ധയുടെ മോനിക്കയുടെ മാതൃക നമുക്ക് അനുകരിക്കാം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാം. തീർച്ചയായും മാനസാന്തരത്തിന്റെ സത്ഫലങ്ങൾ അപ്പോൾ നമുക്കും പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.